ഒരു വാഴപ്പഴത്തിന് വില 54 കോടി രൂപ. വാഷിംഗ്ടണിലാണ് സംഭവം. മിയാമി ബീച്ചിൽ നടന്ന പ്രദർശനത്തിനിടയിലാണ് വാഴപ്പഴം ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റുപോയത്. ടേപ്പ് കൊണ്ട് ചുവരിലൊട്ടിച്ച വാഴപ്പഴത്തിന്റെ ഇൻസ്റ്റലേഷനായിരുന്നു ഇത്. ഇറ്റാലിയൻ കലാകാരനായ മൗറിസിയോ കാറ്റലൻ ആയിരുന്നു ഇൻസ്റ്റലേഷൻ ഒരുക്കിയത്. ഒറിജിനൽ വാഴപ്പഴം ഉപയോഗിച്ച് തന്നെയാണ് ഇൻസ്റ്റലേഷൻ തയ്യാറാക്കിയത്. ഗാലറിയുടെ ചുമരിൽ വെള്ളി നിറമുള്ള ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വച്ച ഫ്രഷ് വാഴപ്പഴം വിറ്റുപോയത് 6.2 ദശലക്ഷം US$. കൊമേഡിയൻ എന്ന പേരിൽ പ്രദർശിപ്പിച്ച വാഴപ്പഴമാണ് ലേലത്തിൽ വൻതുകയ്ക്ക് വിറ്റുപോയത്. ക്രിപ്റ്റോ കറൻസി സംരംഭകനാണ് വാഴപ്പഴം വാങ്ങിയത്. ലേലം പിടിച്ച ചൈനീസ് വംശജനായ വ്യവസായി ഉടൻ തന്നെ പഴങ്ങൾ ലഘുഭക്ഷണമായി ആസ്വദിച്ച് കലാസൃഷ്ടി നശിപ്പിക്കാനുള്ള തന്റെ പദ്ധതി വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. ഒരു ഹോട്ടലിൽ വച്ച് 34-കാരൻ അത് കഴിക്കുകയും ചെയ്തു. ഇത് മറ്റു വാഴപ്പഴങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ചതാണ്, ഇത് വളരെ നല്ലതാണ്. ഇങ്ങനെയായിരുന്നു പ്രതികരണം. 2019 മൊറീസോ കാറ്റലൻ ആദ്യമായി കൊമേഡിയൻ എന്ന വാഴപ്പഴം പ്രദർശനത്തിന് വച്ചു. ബേസൽ മിയാമി ബീച്ചിലായിരുന്നു ആ പ്രദർശനം. വെളുത്ത ചുവരിൽ പതിപ്പിച്ചു വച്ച വാഴപ്പഴം അന്ന് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. ഇതെങ്ങനെ ഒരു ആർട്ട് ആകുമെന്നും ചോദ്യം ഉയർന്നിരുന്നു. മറ്റൊരു കലാകാരൻ അത് പറിച്ചെടുത്ത് തിന്നുകയും ചെയ്തു. എന്തായാലും ആ എക്സിബിഷനിൽ വാഴപ്പഴം തന്നെയായിരുന്നു ഹീറോ. അത്രയധികം ശ്രദ്ധയാണ് കൊമേഡിയന് കിട്ടിയത്. പിന്നീട് 3 തവണ കൂടി ഇതേ വാഴപ്പഴം പ്രദർശിപ്പിച്ചു. 1 ലക്ഷത്തിൽ കുറയാത്ത ഡോളറുകൾക്കാണ് അന്നെല്ലാം വിറ്റുപോയത്. 5 വർഷങ്ങൾക്ക് ശേഷം ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോം ട്രോണിന്റെ ഉടമ ജസ്റ്റിൻ സൺ ആണ് വീണ്ടും വൻതുക നൽകി കൊമേഡിയനെ സ്വന്തമാക്കിയിരിക്കുന്നത്.